ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഈസ്റ്റർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന് തലേ ദിവസമാണിത് കേട്ടോ. അപ്പോൾ ഞാനും പക്ഷിക്കുട്ടിയും കൂടെ നേരെ പോണത് നമ്മുടെ അവന്യൂ ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ് കേട്ടോ. അർജൻറ്റായിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ. ഓൾറെഡി ഈ ആഴ്ചത്തെ ഷോപ്പിംഗ് കഴിഞ്ഞതാണ്. പക്ഷേ എന്നാലും സ്കൂളൊക്കെ തുറക്കുമല്ലേ, അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകണം. ഞാൻ വൈവാൻകുട്ടിയെ വിളിച്ചതാണ്, പക്ഷെ അവൻ വന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ അവന്യൂലേക്ക് പോകുന്നത് ബസ്സിനാണ് കേട്ടോ. നടക്കണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഈസ്റ്റർ വെക്കേഷൻ 2 ആഴ്ചയായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച നല്ല വെയിലായിരുന്നു. പിന്നത്തെ ഒരാഴ്ച മഴയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴയുള്ളത് കൊണ്ട് ജാക്കറ്റ് എടുക്കാത്തതിന് ഞാൻ വഴക്ക് പറഞ്ഞതിനാണ് പക്ഷിക്കുട്ടി എന്നെ പുച്ഛിച്ചു കൊണ്ടുള്ളൊരു ഓട്ടമാണ് കാണുന്നത്. ഇതൊക്കെ ഒരു മഴയാണോ അമ്മയെന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറയണം. ഇപ്പോൾ ഇതൊന്നും ഒരു മഴയല്ല, നമുക്കും അറിയാം. ആദ്യമൊക്കെ ആയിരുന്നു നമ്മൾ കുടയൊക്കെ പിടിച്ച് ഭയങ്കര സ്റ്റഡിയിലേക്ക് വടിയായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഹാസ്റ്റലിൽ കയറിയിട്ട് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി കേട്ടോ. പ്രത്യേകിച്ച് ഒരുപാടൊന്നും വാങ്ങിക്കാനൊന്നുമില്ലായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോൾ പക്ഷിക്കുട്ടിക്കൊരാഗ്രഹം കോസ്റ്റയിൽ കയറാൻ. കൂടെ വന്നതിൻ്റെ കൈക്കൂലിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കോസ്റ്റയിൽ കയറി തന്നെത്താനെ തോണ്ടി പോയി എന്തൊക്കെയോ ഓർഡറൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഷേക്കും പിന്നെ വേറെ എന്തോ ഒന്നുകൂടെ വാങ്ങി കേട്ടോ, അതിൻ്റെ പേരെനിക്കറിയില്ല. അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് ചുമ്മാ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ. പക്ഷെ അത് രസമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ കറക്റ്റ് മാപ്പിൽ നോക്കിയപ്പോൾ ബസ് വരുന്ന ടൈമായി. അങ്ങനെ വന്ന് നിന്ന് ഒരു 5 മിനിറ്റിൽ തന്നെ ബസ്സും കിട്ടി. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ ആളും പഞ്ചാതിയും ഒന്നും ഇവിടെ കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പക്ഷിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയത്. തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ആളില്ലാത്ത ഒരു സ്ഥലത്തൂടെ നടക്കുമ്പോൾ ഭയങ്കര സൈലൻസ് ആയിരിക്കത്തില്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇവളെ കൂടെ കൂട്ടിക്കൊണ്ട് പോയത്. അങ്ങനെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിനടുത്ത് വരുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ചെറിയ ബ്ലോസം ഉണ്ട് കേട്ടോ. ഈ മഴയത്താണെങ്കിൽ അതിൻ്റെ മുമ്പിൽ പോയി നിന്നൊരു വീഡിയോ എടുക്കുമ്പോൾ ഒരു സുഖം, നല്ല ഭംഗിയല്ലേ കാണാൻ. എത്ര കണ്ടാലും മതി വരില്ല. പക്ഷേ ഇപ്പം മഴയൊക്കെ പെയ്തപ്പോഴത്തേനും എല്ലാം പോയി. ഇപ്പം വെറും കമ്പ് മാത്രമായി. ഇനി അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യണം ഇത് കാണാൻ വേണ്ടി. പക്ഷേ അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇത് പൊഴിയുന്നതിന് മുമ്പ് ഞാൻ കുറേ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. അപ്പോൾ ഇന്ന് മുതൽ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കണം. അതുമാത്രമല്ല ഞാനും കൂടെ ഇറങ്ങണം. 8 മണിക്ക് ഞാനും വിവാൻകുട്ടിയും കൊണ്ട് സ്കൂളിലേക്ക് പോകണം. അവിടെ ആയിരുന്നപ്പോൾ വിവാൻകുട്ടിയുടെ സ്കൂൾ അടുത്തായിരുന്നു, അവൻ തനിയായിരുന്നു പോകുന്നത്. പക്ഷേ ഇവിടുന്ന് ദൂരമുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഹോസ്റ്റലിലേക്ക് പോയില്ലേ, അവന്യൂലേക്ക് പോയില്ലേ ബസ്സിന്, അപ്പോൾ അതേ ബസ് റൂട്ടിൽ തന്നെയാണ് ഇനി അവനെയും കൊണ്ടും പോകേണ്ടത്. അപ്പോൾ അവനെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് ഒരു പേടി. അതുകൊണ്ട് ഞാനും കൂടെ പോകും. അതിനുശേഷം ഞാൻ പിന്നെ അവിടെ നിന്ന് ജിമ്മിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കണം. ഏട്ടന് ഓഫീസുണ്ടാകും, അപ്പോൾ ഏട്ടനും കൊടുത്തു വിടണം. പിന്നെ വർഷിക്കുട്ടിയായിരുന്നു നേരത്തെ ബസ്സിന് വന്നുകൊണ്ടിരുന്നത് സ്കൂളിലേക്ക്. പക്ഷേ ഇപ്പം നമ്മുടെ ഫ്ലാറ്റിനടുത്ത് തന്നെയാണ് വർഷിക്കുട്ടിയുടെ സ്കൂളുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഈ വീട് സെലക്ട് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ. പിന്നെ ഇവിടെ തന്നെ പ്രൈമറി ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വർഷം പറ്റുവാണെങ്കിൽ വിമാൻകുട്ടിയെ നമ്മളിങ്ങോട്ട് മാറ്റണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഈ ഒരു ക്ലൈമറ്റ് ആയിരിക്കത്തില്ലല്ലോ പോകെ പോകെ. കുറച്ച് കഴിയുമ്പോൾ കാറ്റും മഴയൊക്കെ ആവും. പിന്നെ ബസ് പിടിച്ച് ഞാൻ പിന്നെ തിരിച്ച് വിളിക്കാനും ഒക്കെ പോകണം. അപ്പോൾ എല്ലാം കൂടെ നടക്കത്തില്ല. അപ്പോൾ അതെന്തായാലും പ്ലാൻ ചെയ്യണം. പക്ഷേ അവന് അവിടെ തന്നെ പഠിക്കാനാണ് ഇഷ്ടം. കാരണം അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ആണല്ലോ, 2 വർഷമായിട്ട് അവിടെ ആണല്ലോ പഠിക്കുന്നത്. പിന്നെ നോക്കാം. പക്ഷേ ഇപ്പം പിന്നെ ഞാൻ ജിമ്മിൽ പോകുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ഈസിയാണ്. ഞാൻ അവനെ കൊണ്ടുപോയി വിട്ടിട്ട് പിന്നെ നേരെ അങ്ങ് പോകും. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം വീടൊക്കെ അലങ്കോലമായിട്ടായിരിക്കും കിടക്കുന്നത്. രാവിലെ ഫുള്ള് വൃത്തിയാക്കിയിട്ട് പോകാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പാത്രങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഇട്ടിട്ട് പോകും. പിന്നെ തിരിച്ച് വന്നിട്ട് വേണം ഫുള്ള് ക്ലീനൊക്കെ ചെയ്തിട്ട് പിന്നെ എൻ്റെ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേന് സമയം ഒരു 1:30 1:45 പിന്നെ വീണ്ടും ഞാൻ ഒരു 2 2:30 ആകുമ്പോഴത്തേന് വീണ്ടും വിമാനെ വിളിക്കാൻ വേണ്ടി ബസ് കയറി പോവും. അങ്ങനെയാണ്. പിന്നെ തിരിച്ച് വരുമ്പോഴത്തേന് ഒരു 4 മണിയാവും. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ റുട്ടീന്. അതുകൊണ്ടാണ് എനിക്കിപ്പം കറക്റ്റായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. കാരണം ഫുൾ ബിസിയാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന ഓട്ടമാണ്, വൈകിട്ട് 4 മണി വരെ ഞാൻ ഓടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അതും ഒരു രസമാണ് കേട്ടോ. കാരണം ഇപ്പോൾ സമ്മറും കൂടെ ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വെളിയിലിറങ്ങിയാലും നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അതൊരു നല്ലതാണ്. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വെയിലൊന്നും കൊള്ളാതിരുന്നേനെ. അപ്പോൾ ഇതിങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇറങ്ങുമല്ലോ.
രാവിലെ പിന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സമയം അങ്ങ് ഓടിപ്പോവും. പിന്നെ ഒരു 8 മണിയാകുമ്പോൾ ഞാനും വിമാൻകുട്ടിയുടെ ഒറ്റ ഓട്ടമാണ് കേട്ടോ. ഇന്ന് ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോൾ കുറേ നേരം നിന്നു, പക്ഷെ ബസ് വന്നില്ല. അവസാനം പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ചു വരുത്തി. ഏട്ടൻ പിന്നെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി വിമാനയെ വിട്ടിട്ട് പിന്നെ ഏട്ടൻ എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടു. എന്നിട്ട് തിരിച്ചേട്ടൻ പോയി. അങ്ങനെ പിന്നെ ഇനിയിപ്പം നേരെ ഇനി അടുത്ത ബസ് പിടിച്ചിട്ട് ഞാൻ ജിമ്മിലെത്തി കേട്ടോ. അപ്പം ജിമ്മിലൊരു ഏകദേശം ഒരു 1.5 മണിക്കൂർ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഷവറൊക്കെ ചെയ്യാം, കുളിച്ചിട്ട് അതുപോലെ ഡ്രസ്സ് ചേഞ്ചൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഒരു ബസ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ബസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ബസ്സിൽ പുതുതായിട്ട് ജോലിക്ക് എടുക്കുമല്ലോ ഡ്രൈവർമാരെ, അപ്പോൾ അവരെ പഠിപ്പിക്കാനുള്ള ബസ്സാണ് കേട്ടോ. അപ്പോൾ റൂട്ടൊക്കെ കൊണ്ട് കാണിക്കുന്നത് ഈ ബസ്സിലാണ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ക്യാബേജ് തോരന്, രാവിലെ രസം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീണ്ടും പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ സ്കൂളിലെത്തി. ഞാൻ കുറച്ച് നേരത്തെ എത്തും, കാരണം ബസ്സിൻ്റെ സമയം നോക്കി വേണമല്ലോ എനിക്ക് വരാൻ. ഒരു 10-15 മിനിറ്റോളം ഞാൻ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യും. അപ്പോഴത്തേനും സ്കൂള് വിടും. സ്കൂള് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനും വിവാൻകുട്ടിയുടെ ഒറ്റ ഓട്ടമാണ് കേട്ടോ ബസ് പിടിക്കാൻ. കാരണം ഒരു 5 മിനിറ്റുള്ളിൽ ബസ് എത്തും. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇന്ന് മൊത്തത്തിൽ ബസ്സെല്ലാം താമസിച്ചായിരുന്നു കേട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവസാനം വിമാനം ബോറടിച്ചതുകൊണ്ട് എൻ്റെ കയ്യിൽ എന്തൊക്കെയോ കൊണ്ട് കമ്പ് വെച്ച് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഇപ്പം ഞാൻ ഈവനിങ്ങിന് അങ്ങനെ വലുതായിട്ടങ്ങനെ വറുത്തും പൊരിക്കലും ഒക്കെ കുറവാണ് കേട്ടോ പണ്ടത്തെ അപേക്ഷിച്ച്. ഈ വെറുതെ ജിമ്മിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് കുറയ്ക്കണ വെയിറ്റിന് തിരിച്ച് വന്ന് ഉള്ള ഫുഡൊക്കെ അടിച്ച് കയറ്റി കലോറിയൊക്കെ കൂട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം കുറച്ച് വറുത്തതും പൊരിച്ചതൊക്കെ കുറയ്ക്കുന്നുണ്ട്. എന്നാലും പൂർണ്ണമായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വറുക്കാതെയും പൊരിക്കാതെയൊക്കെ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഹെൽത്തി ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്കൂടെ ഞാൻ കാണിച്ചു തരാം. ചെറിയുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ വേണ്ടത് നമ്മുടെ പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന്, പിന്നെ കുറച്ച് മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് അരച്ചെടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. പിന്നെ പച്ചമുളക് ഒത്തിരി ഇടണ്ട കേട്ടോ, എരിവ് കൂടും. കുരുമുളക് പൊടിയും ചേർത്തിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റും ഉപ്പും പുളിയും എരിവും ഒക്കെ ഉള്ള ഒരു അടിപൊളി ചമ്മന്തി കിട്ടും. അപ്പം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടയ്ക്കുള്ളിൽ ഫില്ല് ചെയ്തിട്ട് നമുക്കിങ്ങനെ ബാറ്ററിൽ മുക്കി പൊരിച്ച് അങ്ങനെയും കഴിക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് മുട്ട പുഴുങ്ങിയിട്ട് ഈ ചമ്മന്തി അതിലുള്ളിൽ വെച്ചിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുകൊണ്ട് വിമാൻകുട്ടി ഹാജരായിട്ടുണ്ട്. വർഷിക്കുട്ടി സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും ആദ്യത്തെ മുട്ടയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചമ്മന്തി കൂട്ടി മുട്ട കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ എരിവ് നോക്കിക്കോളൂ പിള്ളേർക്ക് കൊടുക്കുന്ന സമയത്ത്. വിവാൻകുട്ടിക്ക് കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെക്കൊണ്ട് ചമ്മന്തി എടുപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു പച്ചമുളകല്ലേ ഇട്ടുള്ളൂ, അപ്പോൾ അധികം എരിവില്ലായിരുന്നു. അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ചൂട് ചായയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഞാൻ പിന്നെ ഏട്ടന് മാത്രമുള്ള ചായ ഇട്ട് കൊടുത്തു. ഞാൻ ഇപ്പോൾ ചായയൊന്നും കുടിക്കുന്നില്ല. ഇട്ട് കഴിഞ്ഞാൽ കുടിക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് കറക്റ്റായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വർഷിക്കുട്ടി തൊട്ട് സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പം അടുത്താണല്ലോ, അതുകൊണ്ട് നടന്നിങ്ങി വരുന്ന ദൂരമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് അത്രയേ ഉള്ളൂ. നേരത്തെ വർഷിക്കുട്ടി കുറേ നേരം കാത്ത് കെട്ടി നിന്നിട്ടായിരുന്നു പോകുന്നത്. ഇപ്പം ആ പണിയെല്ലാം ഇപ്പം ഞാനും വിവാൻകുട്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെ വർഷിക്കുട്ടി വന്നതിന് ശേഷം ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ മോളും എല്ലാവരും കൂടെ നമ്മൾ റൂക്കൻ ഗ്ലെൻ പാർക്കിൽ പോയി കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നല്ലോ ഇന്ന്. അങ്ങനെ അവിടെ കുറേ നേരം ഞങ്ങൾ ഷട്ടിൽ ബാറ്റൊക്കെ കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടെ. അങ്ങനെ ഒരു ഈവനിങ് അടിച്ച് പൊളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ആ കാണുന്നത് വർഷിക്കുട്ടിയുടെ സ്കൂളിലെ ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിനകത്ത് ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പിള്ളേരൊക്കെ കളിക്കുന്നതൊക്കെ കാണാം. ഇതിപ്പം വൈകുന്നേരം ഏതോ ഒരു ക്ലബ്ബുകാർ വന്ന് ഹോക്കി എന്തോ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ സമയം രാത്രി 9 മണിയായി. വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല വെട്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.